ഹായ് ഹലോ മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞ് വരുന്നതിന് മുന്നേ ഉള്ള അവസാനഘട്ട വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ പുറകുവശത്തോട്ട് പോവുകയാണ്. ഇതിന് മുന്നേ ഒരു ദിവസം കുറച്ച് വിളവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ബാക്ക് യാർഡ് മുഴുവനും എനിക്ക് മുട്ടയടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മൾ ബാക്ക് യാർഡ് ഫുൾ മുട്ടയടിക്കാൻ പോകുന്നത്. തണുപ്പ് കാരണം കുറച്ച് ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ലാസ്റ്റ് വിളവെടുപ്പാണിത്. ഈ കാണുന്നതൊക്കെയാണ് ഇന്ന് പറിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പനിക്കൂർക്ക ഉണ്ടായിരുന്നു, സ്പ്രിംഗ് ഓണിയൻ, പുതിനയില, പിന്നെ ഒരുപാട് സെലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചെടിയുടെ പേര് പിയണി എന്നാണ്. എല്ലാ വർഷവും വളർന്നു വരുന്ന ഒരു ചെടിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫേവറേറ്റ് ചെടി കൂടിയാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാ വർഷവും ട്രിം ചെയ്ത് വിടാറുണ്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ ആപ്പിൾ ചെടികളാണ്. 3 വർഷം പ്രായമുള്ള ആപ്പിൾ ചെടിയാണ്. 2 തരത്തിലുള്ള പ്ലാന്റ്സുകളാണുള്ളത്, പെരിനിയൽ ആൻഡ് ആനുവൽ പ്ലാന്റ്. ആനുവൽ എന്ന് പറയുമ്പോൾ 1-2 വർഷം മാത്രം ആയുസ്സുള്ള ചെടികളും പെരിനിയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം ആയുസ്സുള്ള ചെടികളുമാണ്. സാധാരണ നമ്മൾ പെരിനിയൽ പ്ലാന്റ്സിനെയാണ് ട്രിം ചെയ്ത് വിടുന്നത്. ഈ ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെടികളൊക്കെ സാധാരണക്കാരല്ല, മഞ്ഞിനെ അതിജീവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെടികളാണ്. അങ്ങനെ നമ്മുടെ ഗാർഡൻ ഏകദേശം മൊട്ടയായിട്ടുണ്ട്. മഞ്ഞ് സമയത്ത് ചെടികൾക്കും വേണമല്ലോ ഒരു പുതപ്പ്. അപ്പോൾ കരിയിലകളൊക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചെടികൾ ഞാൻ വീടിനകത്ത് നട്ടു വയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ട് വളരുമോയെന്ന് അറിയത്തില്ല. അങ്ങനെ ചെടികളൊക്കെ വീടിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ഗാർഡനിൽ ഒരു കള്ളൻ കയറി ഗൈസ്. ഇത് കണ്ടോ, ഞാൻ ഈ വർഷം നട്ട് വളർത്തിയ ആപ്പിൾ ചെടിയാണ്. നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. ഈ വർഷം അണ്ണാനും ഞാനും തമ്മിലൊരു ഗെയിമായിരുന്നു. അണ്ണാൻ വന്നിട്ട് ഈ ആപ്പിൾ ചെടി പിഴുത് കളയും, ഞാനെടുത്ത് തിരിച്ചു വയ്ക്കും, പിഴുത് കളയും, തിരിച്ചു വയ്ക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു പോരാട്ടം തന്നെയായിരുന്നു. അതിനൊടുവിൽ ഞാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ആ ആപ്പിൾ ചെടിയെല്ലാം മാറ്റി വെച്ചപ്പോൾ കറക്റ്റായിട്ട് ആ ചെടി തന്നെ വന്ന് തപ്പിയെടുത്ത് പിഴുത മാറ്റിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വേരിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. കള്ള ബടുവാന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. കാരണം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയായിരുന്നു. കറക്റ്റ് വേരിൻ്റെ അവിടെ വെച്ച് മുറിച്ച് ഗൈസ്. പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കാണിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. കറ്റാർ വാഴയും തുളസിയൊക്കെ ഞാൻ വീടിനകത്ത് നട്ടു വെച്ചു. തുളസി അത്ര നന്നായിട്ട് വളരുന്നില്ല കേട്ടോ. കറ്റാർ വാഴയ്ക്ക് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ റോസ്മേരി ചെടിയും ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഇപ്പോഴും. വീടിനകത്തെടുത്ത് വെച്ച പനിക്കൂർക്കയിൽ ചെറിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വീടിനകത്ത് മുന്തിരി തളിർത്ത് നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോയോട് കൂടി ഈ വർഷത്തെ സമ്മർ ഗാർഡൻ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്